My dear students, Dr. James Taylor Kent രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 360ാമത്തെ എപ്പിസോഡിൽ നമ്മൾ കൽക്കേറിയ ഫോസ്ഫോറിക് എന്ന അധ്യായത്തിൻ്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഭാഗമാണ് പരിഗണിക്കുന്നത്. അതിൻ്റെ പർട്ടിക്കുലർ സിംറ്റംസ് പറയുന്നതോടൊപ്പം തന്നെ അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില സവിശേഷതകൾ, കൽക്കേറിയയുടെ ഇൻഡിക്കേഷനെ സൂക്ഷ്മമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില സൂചനകൾ, അതുകൂടാതെ പ്യൂബർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളിൽ ഇതിൻ്റെ വളരെ ഉന്നതമായ പ്രയോഗ സാധ്യത, ക്ഷയരോഗത്തിൻ്റെയൊക്കെ അവസാന ഘട്ടങ്ങളിൽ ഇതിൻ്റെ ഒരു ഉപയോഗം, അങ്ങനെ പലതും ഈ ഭാഗത്ത് വരുന്നുണ്ട്. സ്ത്രീകളുടെ വളരെ നല്ലൊരു സുഹൃത്താണ് കൽക്കേറിയ ഫോസ്ഫോറിക് എന്ന് കെൻഡിയോട് പറയുന്നുണ്ട്. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാം. സെക്ഷൽ ഡിസയർ ഇൻക്രീസ്ഡ്, painful erections. It has cured many cases of chronic gonorrhea when the discharge is gleety and there are sharp pains in the urethra and prostate glands. ഗൊണേറിയയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ലൈംഗിക താല്പര്യങ്ങൾ വർദ്ധിക്കുന്നു, അമിതമായി താല്പര്യപ്പെടുന്നു. അതേസമയം ഇറക്ഷൻസ് വളരെ വേദനാജനകമാകുന്നു. പഴകിയ ഗൊണേറിയ, നിറമില്ലാത്ത സ്രവം ഉള്ള തരത്തിലുള്ള ഗൊണേറിയ, വളരെ രൂക്ഷമായ വേദന, പ്രൊസ്റ്റേറ്റ് ഗ്രന്ഥിയിലും വേദനയൊക്കെയുള്ള അവസ്ഥകളിൽ ഇത് ഉപകരിക്കും. ഗൊണേറിയൽ റൊമാറ്റിസം വെൻ ഓഫ് ലോങ് സ്റ്റാൻഡിങ് ആൻഡ് വേഴ്സ് ഇൻ എവറി കോൾ ചേഞ്ച് ഇൻ ദ വെതർ. അപ്പോൾ പൊതുവെ തണുത്ത കാലാവസ്ഥയോട് ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നത്. അതേ അവസ്ഥ ഗൊണേറിയയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വാദസംബന്ധമായ വേദനകൾ പഴകിയ അവസ്ഥകളിൽ. ഇതിന് ഒരു താരതമ്യം, മെഡോറിനുമായിട്ടൊരു താരതമ്യം കൂടി പറയുന്നുണ്ട്. ദ വുമൺ ഹാസ് നോ ബെറ്റർ ഫ്രണ്ട് ദാൻ ഇൻ കൽക്കേറിയ ഫോസ്. ഇതിനേക്കാൾ നല്ലൊരു സുഹൃത്ത് സ്ത്രീകൾക്കില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഏത് അവസ്ഥയുള്ള സ്ത്രീകളാണെന്ന് തുറന്നു പറയുന്നുണ്ട്. ഹെർ സഫറിങ്സ് അറ്റ് പ്യൂബർട്ടി വെൻ ഷീസ് സ്ലോയിങ് മെച്ചുറിങ് ആർ ഓഫൺ മെഡ് ബൈ ദിസ് മെഡിസിൻ. ആർത്തവാരംഭത്തിൻ്റെ സമയത്ത് വേണ്ടത്ര വളർച്ച, ശാരീരികമായ വളർച്ച ഉണ്ടാകാത്ത സാഹചര്യത്തിൽ കൽക്കേറിയയുടെ പൊതു സ്വഭാവം ചേർന്ന് വന്നു കഴിഞ്ഞാൽ വളരെ ഭംഗിയായ സൗഖ്യം ലഭിക്കും എന്നാണ് കെൻഡ് പറയുന്നത്. ഫ്രം ടേക്കിംഗ് കോൾഡ് അറ്റ് ഫസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് often comes a painful menstruation that lasts during menstrual life. അപ്പോൾ ആദ്യത്തെ ആർത്തവത്തിന് സമയത്ത് ആ സമയത്ത് ഒരു തണുപ്പടിച്ചിട്ട് വേദനാജനകമായ ആർത്തവം ഉണ്ടാകുകയാണ്. സാമാന്യത്തിലധികം വേദന ഉണ്ടാകുകയും അത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നൊരവസ്ഥ. അത്തരം സാഹചര്യങ്ങളിലുള്ളവരെ സുഖപ്പെടുത്താൻ ഇത് ഉപകരിക്കും. അൺലെസ് ക്യൂർഡ് ബിസിനസ്സും. ഇത്തരം അവസ്ഥയിലുള്ളവർ ഈ ഒരു ഔഷധം സുഖപ്പെടുത്തിയില്ലെങ്കിൽ അവർ ജീവിതകാലം മുഴുവൻ സഹിക്കുമെന്നൊക്കെ എൻ്റെ പറയുന്നത്. അപ്പോൾ അത് വളരെ പെക്യുലറായിട്ടൊരു അവസ്ഥയാണത്. വയലന്റ് ക്രാമ്പിങ്സ് ഇൻ യൂട്രസ് ആൻഡ് ഗ്രോയിങ് സെവറൽ അവേഴ്സ് ബിഫോർ ദ ഫ്ലോ സ്റ്റാർട്ട്സ്. ആർത്തവ രക്തസ്രാവം ആരംഭിക്കുന്നതിന് നിരവധി മണിക്കൂറുകൾക്ക് മുമ്പ് ഗർഭപാത്രത്തിൻ്റെ അവിടെ, അരക്കെട്ടിൻ്റെ അവിടെയൊക്കെ വലിച്ചു കൊച്ചുന്ന പോലുള്ള വേദന. റിലീവ്ഡ് ആഫ്റ്റർ ദ ഫ്ലോ ഹാസ് ബീൻ ഫുള്ളി എസ്റ്റാബ്ലിഷ്. ഇനി ആർത്തവ രക്തസ്രാവം തുടങ്ങി അത് പൂർണ്ണതോതിലാകുമ്പോഴേക്കും ആ പ്രശ്നങ്ങൾക്ക് ശമനവും കിട്ടും. ദ പെയിൻസ് മേക്ക് ഹിയർ ക്രൈ ഔട്ട്. ആ വേദന എന്ന് പറയുന്നത് അലറി വിളിച്ച് കരയാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള അത്രയ്ക്ക് കഠിനമായ വേദനയാണ്. ഇന്റൻസ് സെക്ഷൽ എക്സൈറ്റ്മെൻറ്റ് ലൈക്ക് പ്ലാറ്റിന, ഗ്രാഷ്യോള, ഒറിഗാനം. അപ്പോൾ ലൈംഗിക താല്പര്യങ്ങൾ ആ സമയത്ത് വല്ലാതെ വർദ്ധിക്കുന്നു, ഉത്തേജനം ഉണ്ടാകുന്നു. അതിൽ പ്ലാറ്റിനയുമായി, ഗ്രാഷ്യോളയുമായും ഒറിഗാനവുമായും താരതമ്യം കെൻഡ് പറയുന്നുണ്ട്. വീക്ക് സിങ്കിങ് സെൻസേഷൻ ഇൻ ദ പെൽവിസ്. ഇടുപ്പിൻ്റെ ഭാഗത്ത് ക്ഷീണം, ആകെ ഇടിയുന്ന പോലെ ഒരു തോന്നൽ. പ്രൊലാപ്സസ് ഓഫ് യൂട്രസ് ഡ്യൂറിങ് സ്റ്റൂൾ ആൻഡ് മിക്ചറേഷൻ. ആ മലശോധന സമയത്ത്, പോകുന്ന സമയത്ത് ഗർഭപാത്രം പുറത്തേക്ക് തള്ളി വരുന്നു. എത്രയോ സ്ത്രീകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണത്. യൂട്രൈൻ പോളിപ്പസ്. യൂട്രസിൻ്റെ ഭാഗത്ത്, ഗർഭപാത്രത്തിൻ്റെ ഭാഗത്ത് മാംസവളർച്ച, ദശവളർച്ച. ലേബർ ലൈക്ക് പെയിൻസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് മെൻസ്ട്രേഷൻ. ആർത്തവത്തിൻ്റെ തുടക്കത്തിൽ പ്രസവവേദന പോലുള്ള വേദന. എന്തുമാത്രം ഓരോ മാസവും അത്ര സ്ത്രീകൾ സഹിക്കും എന്ന് ഓർക്കുക. കോപ്പിയസ് മെൻസ്ട്രൽ ഫ്ലോ വിത്ത് വെരി ഡാർക്ക് ക്ലോട്ട്സ് ആൻഡ് മെംബ്രെയിൻസ്. ഇരുണ്ട നിറമുള്ള, വളരെ കറുപ്പ് തോന്നുന്ന തരത്തിലുള്ള നിറമുള്ള രക്തക്കട്ടകൾ, തൊലി, സ്തരങ്ങൾ വിട്ടുപോരുന്നു.
യുക്കേറിയ ലൈക്ക് വൈറ്റ് എഗ് ഓഫ് ഡേ ആൻഡ് നൈറ്റ്. മുട്ടയുടെ വെള്ള പോലുള്ള വെള്ളപ്പോക്ക് രാവും പകലും ഉണ്ടാകുന്നു. ത്രോബിങ് ടിറ്റിലേറ്റിംഗ് ഇൻ എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ജനേന്ദ്രിയങ്ങളുടെ ബാഹ്യഭാഗത്ത് വിങ്ങല്, ചൊറിച്ചിലൊക്കെ ഉണ്ട്. ബേണിംഗ് ഇൻ ദ വജൈന ആൻഡ് യൂട്രസ് ഡ്യൂറിങ് മെൻസസ്. ആർത്തവ സമയത്ത് ഗർഭപാത്രത്തിനോർത്ത് പൊള്ളലിൻ്റെ അനുഭവം. ചൈൽഡ് റെഫ്യൂസസ് മദേഴ്സ് മിൽക്ക്. കുട്ടി അമ്മയുടെ പാല് കുടിക്കുന്നില്ല. പാലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, കണ്ടാമിനേഷൻ ഉണ്ടായി എന്നർത്ഥം. ഇറ്റ് മേ ബി ഗിവൺ ടു എ വുമൺ who has brought forth 1 or 2 children that may be considered calcareous babies. കൽക്കേറിയാഫോസ് സ്വഭാവമുള്ള കുട്ടികളിലെ 1-2 കുട്ടികളെ പ്രസവിച്ച സ്ത്രീക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആരോഗ്യമുള്ള ഒരു കുട്ടി പിന്നീട് അവർക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നിരവധി ഇത്തരം പാരമ്പര്യ പ്രശ്നങ്ങൾ, ഹൈഡ്രോസെഫാലസ്, അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഔഷധം വരുമ്പോൾ ഞാൻ പറയാം. ഞങ്ങളുടെ നാട്ടിലൊരു സ്ത്രീക്ക് ഞാൻ അത് കൊണ്ടുപോയി എൻ്റെ സുഹൃത്ത് വഴി കൊടുത്തിട്ട് വളരെ നല്ല ആരോഗ്യമുള്ള ഒരു കുട്ടിയെ അവർക്ക് പിന്നീട് ലഭിച്ചു. ദ നെക്സ്റ്റ് ചൈൽഡ് വിൽ ബി സ്ട്രോങ്ങർ ആൻഡ് ഹാവ് എ ബെറ്റർ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിന് നല്ല മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിരത കുട്ടി ഉണ്ടാവും. ഇറ്റ്സ് ഓഫൺ ഒബ്സർവ് ദാറ്റ് ദിസ് പേഷ്യൻ്റ് സ്ക്രാബ്സ് മ്യൂക്കസ് ഫ്രം ദ ലാരിങ്സ് ബിഫോർ ഹി ക്യാൻ ടോക്ക് ഓർ സിംഗ്. സംസാരിക്കുന്നതിന് മുമ്പ് അല്ലെ പാടുന്നതിന് മുമ്പ് തൊണ്ടയിൽ നിന്ന് ഇങ്ങനെ കാർക്കിച്ച് കഫം എടുത്ത് കളയണം പലപ്പോഴും. ഹോഴ്സ്നെസ് ഇസ് ഡ്രൈവ് ഹാക്കിംഗ് ഓഫ് ഡേ ആൻഡ് നൈറ്റ്. തൊണ്ടയിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. അല്ലാതെ കാർക്കിച്ച് ചുമ രാവും പകലും ക്ഷയരോഗികളൊക്കെ ഉണ്ടാകുന്നൊരവസ്ഥ. ട്യൂബർക്കുലർ ലാരിഞ്ചൈറ്റിസ്. ലാരിങ്സിൽ ക്ഷയരോഗ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്. സഫക്കേഷൻ സ്ലൈറ്റ് എക്സേർഷൻ ഓർ ഓൺ അസെൻഡിങ് സ്റ്റേഴ്സ്. നേരത്തെ പറഞ്ഞു ചലനം ഇത് പ്രശ്നമാണ്. അപ്പോൾ ചെറിയൊരു ചലനം കൊണ്ട്, അധ്വാനം കൊണ്ട് ശ്വാസം മുട്ടലുണ്ടാവും. പടികൾ കയറുന്നതുകൊണ്ട് ശ്വാസം മുട്ടലുണ്ടാവും. ക്ഷയരോഗത്തിൻ്റെ അവസ്ഥയാണ്. ഇൻ തിൻ പെയിൽ സിക്കി പീപ്പിൾ വിത്ത് ഡ്രൈ ഹോക്കിംഗ് ഓഫ് വേഴ്സ് ഇൻ കോൾഡ് ഡാം വെതർ ഇൻ റൊമാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻസ്. വാസംബന്ധമായ രോഗാവസ്ഥകളുള്ളവർക്ക്, ഒരു രോഗാതുരമായ അവസ്ഥയുള്ളവർക്ക്, ശോഷിച്ച് വിളറിയിരിക്കുന്നവരിൽ അവർക്ക് തണുപ്പിൽ ഈർപ്പമുള്ള കാലാവസ്ഥയിൽ വർദ്ധിക്കുന്ന തരത്തിലുള്ള വരണ്ട, ആളെ ഉലയ്ക്കുന്ന ചുമ, യെല്ലോ എക്സ്പെക്ടേഷൻ, മഞ്ഞ നിറത്തിലുള്ള കഫം. സ്റ്റിച്ചിങ് പെയിൻ ഇൻ ദ ചെസ്റ്റ്, നെഞ്ചിൽ കുത്തുന്ന പോലുള്ള വേദന. അമീസിയേഷൻ ഓഫ് ദ ചെസ്റ്റ്, നെഞ്ച് ശോഷിച്ചു വരുന്നു. ക്ഷയരോഗിയുടെ ലക്ഷണം പറയുന്നത് ശോഷിച്ച നെഞ്ച്. ഡിഫിക്കൽട്ട് എക്സ്പെക്ടേഷൻ, കഫം തുപ്പിക്കളയാൻ പ്രയാസം. ഇറ്റ്സ് എ വെരി യൂസ്ഫുൾ റെമഡി ഇൻ തൈസിസ് ആൻഡ് ബ്ലഡ് സ്പിറ്റിംഗ്. ക്ഷയം വന്നിട്ട് ചോര ചുമച്ച് തുപ്പുന്ന അവസ്ഥകളിൽ വളരെ ഉപകരിക്കുന്ന ഒരു ഔഷധമാണത്. മച്ച് സ്വെറ്റ് ഓൺ ദ ചെസ്റ്റ്, നെഞ്ചിൽ വല്ലാതെ വിയർക്കുന്നു. റാറ്റ്ലിംഗ് ഇൻ ദ ചെസ്റ്റ് വിത്ത് ഡിഫിക്കൽട്ട് എക്സ്പെക്ടേഷൻ ലൈക്ക് കോസ്റ്റിക്കുമായിട്ട് സാദൃശ്യം. നെഞ്ചിൽ കുറുങ്ങൽ, കഫം തുപ്പിക്കളയാൻ വലിയ പ്രയാസം. കഫമുണ്ട്, കുറുങ്ങലുണ്ട്, പക്ഷെ തുപ്പിക്കളയാൻ വലിയ പ്രയാസം. കോസ്റ്റിക്കുമായിട്ട് സാദൃശ്യം. സോർനെസ് ഓഫ് ദ ചെസ്റ്റ് ടച്ച്, നെഞ്ചിൽ തൊടാകുമ്പോൾ നൊമ്പരം, പ്രയാസം. പാൽപിറ്റേഷൻ വിത്ത് ട്രംബ്ലിംഗ് ഓഫ് ദ ലിംസ്, നെഞ്ചിടിപ്പ് വർദ്ധിക്കുന്നു, അപ്പോൾ കൈകാലുകളിൽ വിറയലുണ്ടാകുന്നു. ദ ബാക്ക് പെയിൻസ് ആർ വേഴ്സ് ഇൻ കോൾഡ് സ്റ്റോമി വെതർ അറ്റൻഡഡ് വിത്ത് സ്റ്റിഫ്നെസ് ആൻഡ് വേഴ്സ് ഇൻ ദ മോർണിംഗ്. അപ്പോൾ സ്റ്റോമി വെതറിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരത്തെ കണ്ടാണ്. തണുപ്പുള്ള അവസ്ഥയിൽ, കാറ്റുള്ള അവസ്ഥയിലൊക്കെ ഈ മുതുക് വേദന, പുറം വേദന വർദ്ധിക്കും. ഒപ്പം തന്നെ ആകെ മുറുകിയിരിക്കുന്ന പോലെ സന്ധികളൊക്കെ ചലിപ്പിക്കാൻ പ്രയാസം ഉണ്ടാകുന്നു. പ്രഭാതത്തിൽ കൂടുതലാണ് ആ പ്രശ്നം. ദ ബാക്ക് ഈസ് സെൻസിറ്റീവ് ടു ഡ്രാഫ്റ്റ്, പിൻഭാഗം, മുതുകുഭാഗം ചെറിയ കാറ്റിനോട് വലിയ സംവേദന കാണിക്കുന്നു. പെയിൻ ഇൻ ദ ബാക്ക് ഫ്രം ലിഫ്റ്റിംഗ് ഓർ സ്ട്രെയിനിങ്, എന്തെങ്കിലും ഉയർത്തുന്നതുകൊണ്ടോ അധ്വാനിക്കുന്നതുകൊണ്ടോ നടുവേദന, മുതുകുവേദന. കർവേച്ചർ ഓഫ് സ്പൈൻ, നട്ടെല്ല് വളഞ്ഞു പോകുന്നൊരവസ്ഥ. ടിയറിങ്, ഷൂട്ടിംഗ്, ടെൻഡർനെസ് ആൻഡ് ഏക്കിംഗ് ഇൻ ദ സ്പൈൻ, ഇപ്പോൾ നട്ടെല്ല് വലിഞ്ഞു മുറുക്കുന്ന പോലെ, തുളയ്ക്കുന്ന പോലെയൊക്കെയുള്ള വേദനകൾ, നൊമ്പരം. സോർനെസ് ഇൻ സാക്രോ ഇലിയാക് സ്റ്റിഫൈസിസ്, പെയിൻ ഇൻ ലംബാർ റീജിയൻ ആൻഡ് സാക്രം അറ്റ് ദ മെൻസ്ട്രൽ പീരീഡ്. ആർത്തവ സമയത്ത് ആ നടുവേദന, നടുവിൻ്റെ കീഴ്ഭാഗത്തൊക്കെ വേദന. റൊമാറ്റിക് പെയിൻസ് ഇൻ ദ ലിംസ് ഇൻ കോൾഡ് വെതർ, വേഴ്സ് ഫ്രം മോഷൻ, ബെറ്റർ ഡ്യൂറിങ് റെസ്റ്റ് ആൻഡ് ഫ്രം ഹീറ്റ്. ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കെന്റ് പറഞ്ഞു വരുന്നത്. തണുപ്പ് സമയത്ത് ചലനം കൊണ്ട് വർദ്ധിക്കുന്ന തരത്തിലുള്ളതും വിശ്രമം കൊണ്ട് ശമിക്കുന്ന തരത്തിലുള്ളതുമായ, അല്ലെങ്കിൽ ചൂട് കൊണ്ട് ശമിക്കുന്ന തരത്തിലുള്ളതുമായ വാദസംബന്ധമായ വേദന കൈകാലുകളിൽ. ട്രംബ്ലിംഗ് ഇൻ ഓൾ ദ ലിംസ്, എല്ലാ കൈകാലുകളിലും വിറയലുണ്ട്. സ്റ്റിഫ്നെസ് ആഫ്റ്റർ റെസ്റ്റിംഗ് ആൻഡ് ഇൻ ദ മോർണിംഗ്, കുറേ നേരം വിശ്രമിച്ചു കഴിഞ്ഞാൽ പൊതുവെ സുഖമാണെങ്കിലും സന്ധികളൊക്കെ ഇങ്ങനെ
ഉറച്ചിരിക്കും. അത് പ്രഭാതത്തിലും ആ പ്രശ്നമുണ്ട്. ഏക്കിംഗ് ഇൻ ദ ബോൺസ് ലൈക്ക് ഗ്രോയിങ് പെയിൻസ്, അസ്ഥികളിൽ വർദ്ധിക്കുന്ന തരത്തിലുള്ള വേദന, നൊമ്പരം. ഗോട്ടി ഫിംഗേഴ്സ് ആൻഡ് ടോസ് ദാറ്റ് ബിക്കം പെയിൻഫുൾ ഇൻ കോൾഡ് വെതർ, തണുത്ത കാലാവസ്ഥയിൽ കാൽവിരലുകളിലും കൈവിരലുകളിലും നിവർത്താനും മടക്കാനും ഒക്കെ പ്രയാസം, വേദന. അൾസറേറ്റീവ് പെയിൻസ് ഇൻ ദ റൂട്ട്സ് ഓഫ് ദ നെയിൽസ്, നഖത്തിൻ്റെ ആ അടിഭാഗം, നഖം മാംസമായിട്ട് ചേരുന്ന ഭാഗത്ത് വ്രണമുള്ള വേദന. ദ മോസ്റ്റ് സിവിയർ ടിയറിംഗ് ഷൂട്ടിംഗ് പെയിൻ ആർ ഇൻ ദ ലോവർ ലിംസ്, കാലുകളിലാണ് ഏറ്റവും രൂക്ഷമായ തരത്തിലുള്ള വേദനകൾ വരുന്നത്. ദ പ്രോബബിൾ റീസൺ ഫോർ ദിസ് ഈസ് ദാറ്റ് ദ ലോവർ ലിംസ് ആർ ഓൾവേസ് കോൾഡ് ടു ദ നീസ്. അതിൻ്റെ ഒരു കാരണം പറയുകയാണ്, കാൽപാദം മുതൽ മുട്ടുവരെയാണ് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ തണുത്തിരിക്കാൻ സാധ്യതയുള്ള ഭാഗം. അത് നടക്കുകയും പറ്റുകയും ചെയ്ത് ഭൂമിയുമായിട്ട് സ്പർശം വരുന്നതുകൊണ്ട്, അപ്പം അതുകൊണ്ടാകാം തണുപ്പ് വർദ്ധിപ്പിക്കുമല്ലോ പ്രശ്നങ്ങൾ, അതുകൊണ്ടാകും ഏറ്റവും കൂടുതൽ സഹനോടെ വരുന്നത്. ആൻഡ് ദ കോൾഡ് പാർട്സ് ആർ ഓൾവേസ് ദ സഫറിംഗ് പാർട്സ് ഇൻ ദിസ് റെമഡി. അതെപ്പോഴും ഓർക്കുക, തണുത്തിരിക്കുന്ന ഭാഗങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ ഈ ഔഷധത്തിനുള്ളത്. അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഈ ഔഷധത്തിൽ. ഷാർപ്പ് പെയിൻസ് ഇൻ ദ ടെൻഡൻസ് ഓഫ് ദ ലോവർ ലിംസ്, കാലുകളിലെ പേശി തന്തുക്കളിലൊക്കെ വളരെ രൂക്ഷമായ വേദന. ഇൻഡസ് ഏക്കിംഗ് ബോറിംഗ് പെയിൻസ് ഇൻ ദ നീസ് ആൻഡ് ലോങ് ബോൺസ്, മുട്ടിലും നീണ്ട അസ്ഥികളിലും തുടയിൽ താഴേക്കുള്ള എല്ലുമൊക്കെ വളരെ രൂക്ഷമായ വേദന, തുളയ്ക്കുന്ന പോലുള്ള വേദന. പെയിൻസ് ഇൻ ദ ടിബിയ വിത്ത് സോർനെസ്, കാലിൽ ആ നീളം കൂടിയ അസ്ഥിയിൽ, വലിയ അസ്ഥിയിൽ വേദന, നൊമ്പരം. ഡ്രോയിങ് പെയിൻ ഇൻ ദ ടിബിയ, ആ ഭാഗത്ത് വലിക്കുന്ന പോലുള്ള വേദന. ക്രാംസ് ഇൻ ദ കാൽവ്സ്, കാലിൻ്റെ പിൻഭാഗത്തുള്ള മാംസളമായ ഭാഗത്ത് വലിച്ചു കോച്ചൽ. അൾസേഴ്സ് ഓൺ ദ ലെഗ്സ്, വീക്ക് ക്രോണിക് നോ ഗ്രാനുലേഷൻ, അപ്പോൾ കാലിൽ വ്രണങ്ങളുണ്ടാകുന്നു, വളരെ പഴകിയ അവസ്ഥയിലുണ്ടാകാം, പക്ഷേ അത് ഒറ്റ പിടിച്ച് അത് ശമിക്കുന്നൊരു ലക്ഷണമില്ല. റൊമാറ്റിസം ഓഫ് ദ ആംഗിൾസ്, ആംഗിൾസിൽ വാദസംബന്ധമായ വേദനയും പ്രശ്നങ്ങളൊക്കെ. കേരീസ് ഓഫ് ദ ഓസ് കാൽസിസ്, പൂറ്റിയുടെ അസ്ഥി, ആ ഭാഗത്ത് അസ്ഥിയിൽ പോടുകളുണ്ടാകുന്നു, കേട് വന്നിട്ട് അവിടെ പോടുകളുണ്ടാകുന്നു. സ്റ്റിങ്ങിങ് ആൻഡ് ഷൂട്ടിങ് ഇൻ ദ ടോസ്, കാൽവിരലുകളിൽ കുത്തുന്ന പോലത്തുള്ള വേദന, തുളച്ചു കയറുന്ന വേദന. സ്ലീപ്പി ഡേ ടൈം ആൻഡ് ഈവനിങ്, പകലും സായനത്തിലും സന്ധ്യയിലുമൊക്കെ ഉറക്കം തൂങ്ങിയുള്ള അവസ്ഥ. സ്ലീപ്ലെസ് ആഫ്റ്റർ ഗോയിങ് ടു ബെഡ് അണ്ടിൽ മിഡ് നൈറ്റ് ഓർ ലേറ്റർ, ഇനി അത് കഴിഞ്ഞാൽ കിടക്കാൻ പോകുന്ന നേരത്തൊക്കെ ഉറക്കമില്ല, അർദ്ധരാത്രി കഴിയുന്നവരെ ഉറക്കമില്ല. ഇതൊക്കെ ഈ പൊതുവെ ക്ഷയരോഗികളിലൊക്കെ പണ്ട് കണ്ടിരുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. വെരി സ്ലീപ്പി ഇൻ ദ മോർണിംഗ്, പ്രഭാതമാകുമ്പോഴേക്കും വല്ലാതെ ഉറക്കം തൂങ്ങിയ അവസ്ഥ. വിവിഡ് ഡ്രീംസ്, പലതരത്തിലുള്ള സ്വപ്നങ്ങൾ. ചിൽഡ്രൻ ക്രൈ ഔട്ട് ഇൻ സ്ലീപ്പ്, കുട്ടികൾ ഉറക്കത്തിൽ അലറി വിളിച്ച് കരയും. ഫൈറ്റ്ഫുൾ ഡ്രീംസ് കോസ് ഹിം ടു അവേക്കൻ വിത്ത് സ്റ്റാർട്ട്, ഭയപ്പെടുന്ന സ്വപ്നങ്ങളുണ്ടായിട്ട് രാത്രിയിൽ ഞെട്ടിയുണ്ടല്ലോ. ഇത്ര മാത്രം ലക്ഷണങ്ങളാണ്, ഇത്രമാത്രം രൂക്ഷമായ രോഗാവസ്ഥകളിൽ പ്രയോഗിക്കാവുന്ന ഒരു ഔഷധമാണെന്ന് നോക്കുക. സ്ത്രീകളുടെ ഉത്തമ സുഹൃത്ത്, നല്ല കുട്ടികളുണ്ടാകാൻ, അനാരോഗ്യമുള്ള കുട്ടികൾ കഴിഞ്ഞ് നല്ല കുട്ടികളുണ്ടാകാൻ, അനാരോഗ്യമുള്ള കുട്ടികളെ ആരോഗ്യത്തിലേക്ക് നയിക്കാനൊക്കെ ഉപകരിക്കുന്ന ഔഷധമാണ്. ബയോകെമിക്കുന്ന തരത്തിലും ഇത് ഭംഗിയായിട്ട് ഉപയോഗിക്കാം. നമ്മൾ ബയോകെമിക്കിൻ്റെ ഷൂസുള്ള ബുക്ക് എടുക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള വിവരവും കേൾക്കാം. നമുക്ക് അടുത്തതായി നമുക്ക് കൽക്കേറിയ സിലിക്കേറ്റ എന്ന വളരെ പ്രധാനപ്പെട്ട ഔഷധം നമുക്ക് പരിഗണിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.